ഹായ് എവരിവൺ, iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് പ്രാക്ടീസിന്റെ റെലവൻസ് ഒക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഒരു മിസ്സിംഗ് ഡേറ്റ ടൈപ്പ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഈ ചോദ്യങ്ങൾ പോസ് ചെയ്തിട്ട് തനിയെ ഒന്ന് ചെയ്യാൻ നോക്കിയിട്ട് വേണം എക്സ്പ്ലനേഷൻ കാണാനെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. കാര്യം നിങ്ങളുടേതായ രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ കോൺഫിഡൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ ചോദ്യം നോക്കാം. 6 ട്രെയിനുകളെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. 5 ട്രെയിനുകൾ, A to E എന്നുള്ള 5 ട്രെയിനുകൾ 6 ദിവസങ്ങളിലായിട്ട് മൺഡേ ടു സാറ്റർഡേയിൽ യാത്ര ചെയ്ത ആവറേജ് സ്പീഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആവറേജ് സ്പീഡിന്റെ കോൺസെപ്റ്റ് എന്താ? ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിന്റെ അതേ ഇക്വേഷൻ തന്നെ, ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലേ. സ്പീഡ് എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവർ അല്ലേ നമ്മുടെ യൂണിറ്റ്. കാറിന്റെ ഡാഷ്ബോർഡിലും ബൈക്കിലും അല്ലെ സ്കൂട്ടറിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ സ്പീഡോമീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം കിലോമീറ്റർ പെർ അവർ ആണ് സ്പീഡിന്റെ യൂണിറ്റ്. അപ്പോൾ അത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാലും അത് തന്നെയാ, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആവും. മൊത്തത്തിൽ എത്ര ദൂരം സഞ്ചരിച്ചു, മൊത്തത്തിൽ എത്ര സമയം എടുത്തു, ആ ദൂരത്തെ സമയം വെച്ച് ഡിവൈഡ് ചെയ്ത, ഡിസ്റ്റൻസിനെ ടൈം വെച്ച് ഡിവൈഡ് ചെയ്ത നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടും. അതാണ് ഇവിടെ ടേബിളിൽ തന്നിരിക്കുന്നത്. 5 ട്രെയിനുകളും 6 ദിവസവും ഉണ്ട്. പിന്നെ കുറച്ച് മിസ്സിംഗ് ഡേറ്റ ടേബിളിൽ ഉണ്ട്. അത് ഒരു ഡാഷ് ഇട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ബേസ്ഡ് ഓൺ ദ ഡേറ്റ ഇൻ ദ ടേബിൾ ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അതാണ് നമ്മുടെ സാധാരണ ടിപ്പിക്കൽ ചോദ്യം തന്നെയാണ്. പക്ഷേ നമുക്കിവിടെ ചില ബ്ലാങ്കുകൾ തന്നിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഇൻഫർമേഷനും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടാവും. ക്വസ്റ്റ്യന്റെ തുടക്കത്തിൽ ചില ഇൻഫോ നൽകിയിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് ഈ വാല്യൂകൾ കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. പല കുട്ടികളും നമ്മളിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ എടുക്കുമ്പോഴും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആയിരുന്നു, ഈ ആവറേജ് സ്പീഡൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞ് ഒന്നാമത്തെ ചോദ്യത്തിൽ ചില ഡേറ്റ തന്നിട്ടുണ്ടാവും. അത് വെച്ച് വെനസ്ഡേയിലെ വാല്യൂ കണ്ടുപിടിച്ചു എന്ന് കരുതിക്കോളൂ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ആ ഡേറ്റ എടുക്കാൻ പാടില്ല. ഈ ടേബിളിൽ തന്നിരിക്കുന്ന മെയിൻ ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് 5 ചോദ്യങ്ങളിൽ ഉപയോഗിക്കാം. പക്ഷേ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോ സെക്കൻഡ് ക്വസ്റ്റ്യനിലോ ഈ വെനസ്ഡേയിൽ ട്രെയിൻ എയുടെ സ്പീഡോ അല്ലെങ്കിൽ തേഴ്സ്ഡേയിൽ ട്രെയിൻ സിയുടെ സ്പീഡോ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഒന്നാമത്തെ രണ്ടാമത്തെ ചോദ്യത്തിൽ ഈ ഡേറ്റ ഇങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും എന്നൊക്കെ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചെങ്കിൽ അത് തേർഡ് ഓർ ഫോർത്ത് ക്വസ്റ്റ്യനിൽ ആ ഡേറ്റ ഉപയോഗിക്കാൻ പാടില്ല. ഒന്നാമത്തെ ചോദ്യത്തിൽ തന്ന ഡേറ്റ വെച്ച് നമ്മൾ ഈ സ്പീഡ് കണ്ടുപിടിച്ചെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇത് വീണ്ടും ബ്ലാങ്ക് ആയതായിട്ട് ചിന്തിച്ച് അസ്യൂം ചെയ്ത് വേണം മുന്നോട്ട് പോകാനുള്ള കാര്യവും ഓർക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ടേബിൾ നിങ്ങൾ വരച്ചെടുത്തു എന്ന് കരുതുന്നു. ആവറേജ് സ്പീഡ് ട്രെയിൻ എയുടെ 72, 80, 64, 54 എന്നാണ്. ട്രെയിൻ ബി 88, 80, 84, 72, 90. ട്രെയിൻ സി 54, 70, 72, 64, 60. ഡിയുടെ ആണെങ്കിൽ 120, 95, 90, 110. ഇയുടെ 72, 80, 84, 75. പിന്നെ ബ്ലാങ്ക് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ട്രെയിൻ ബി കവേഴ്സ് എ ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് 3400. ട്രെയിൻ ബിയെ പറ്റിയാണ് പറയുന്നത്. ടോട്ടൽ 3400 കിലോമീറ്റേഴ്സ് 6 ദിവസം കൂടി സഞ്ചരിക്കുന്നു. ടോട്ടൽ ടൈം 40 hours ആണ് എടുത്തത്. Then the average speed of this train during all the 6 days together is dash percentage less than the average speed of this train B on Monday. ഈ ദാൻ കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒന്നുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക ഇവിടെ അല്ലേ. ഈ സംഖ്യ, ഈ ആവറേജ് സ്പീഡ് എത്ര ശതമാനം കുറവാണ് ട്രെയിൻ ബിയുടെ മൺഡേയിലെ സ്പീഡിനേക്കാൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എപ്പോഴും ദാൻ കഴിഞ്ഞിട്ടുള്ള സാധനം എവിടെ വരും? ഏതാണ് ബേസ് ആയിട്ട് വരുന്നത്? ദാൻ കഴിഞ്ഞ് നമ്മൾ എന്തിനോടാണോ കമ്പയർ ചെയ്യുന്നത് അത് താഴെ വരും. ട്രെയിൻ ബി
ഓൺ മൺഡേ. സ്പീഡ് ഓഫ് ട്രെയിൻ ബി ഓൺ മൺഡേ താഴെ വരും. മുകളില് 3400 കിലോമീറ്റർ എത്ര അവർ എടുത്തു? ഡിസ്റ്റൻസ് ബൈ ടൈം 40 hours എടുത്തു അല്ലേ? അപ്പൊ നമുക്കിത് കട്ട് ചെയ്ത് കളയാം. 340യുടെ പകുതി എത്രയാ? 170 അല്ലേ? 170 അല്ലേ? 17ന്റെ ഡബിൾ ആണ് 34. അപ്പോ 34 ഇതിന്റെ പകുതി എത്രയാ? 85 അല്ലേ? അപ്പോ ഇവിടെ വരേണ്ടത് 85 ആണ്. നമ്മൾ 340/4 എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തു, 2 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 170 ആവും, ഇവിടെ 2 ആവും, വീണ്ടും 2 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 85 ആവും. 85 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ ബി ഓൺ മൺഡേ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വാട്ട് പെർസെൻറ്റേജ് ലെസ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇത് ഓർത്ത് വെച്ചേക്കണേ. ട്രെയിൻ ബിയുടെ സ്പീഡ് 85 മൈനസ് ട്രെയിൻ ബിയുടെ സ്പീഡ് ഓൺ മൺഡേ ചെയ്യണ്ടേന്ന്. അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പെർസെൻറ്റേജ് ഇൻക്രീസ് ഡിക്രീസ് കാണുമ്പോൾ എത്ര കൂടിയെന്ന് കാണാൻ ഇങ്ങനെ ഒരു ഡിഫറൻസ് എടുക്കുന്ന പരിപാടി നമുക്ക് വേണ്ട. കാര്യം ഈ പെർസെൻറ്റേജ് എടുക്കുമ്പോൾ ഇത് പെർസെൻറ്റേജ് ആവാൻ എന്തും കൂടി ചെയ്യണം? ഇൻറ്റു 100 കൂടെ ചെയ്യണം. അല്ലെങ്കിൽ ഒരു ഡെസിമൽ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഒരു 0.97 0.93 എന്നൊക്കെ ഉള്ള വാല്യൂ കിട്ടുള്ളൂ. ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് നമുക്കിത് 97% അല്ലെങ്കിൽ 93% എന്നൊക്കെ കിട്ടുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ വാട്ട് പെർസെൻറ്റേജ് ലെസ് എന്ന് ചോദിക്കുമ്പോൾ ഡിഫറൻസ് എടുക്കാതെ ഇത് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ആൻസറിലെത്തും? ഇവിടെ ഇപ്പൊ ആൻസർ സപ്പോസ് 85% തന്നെയാണ് വരുന്നതെന്ന് വിചാരിക്കുക. ഈ ക്രിയ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ നമ്മൾ ആദ്യത്തെ വാല്യൂവും ഡിനോമിനേറ്ററിൽ ലെസ് ദാൻ കഴിഞ്ഞുള്ള വാല്യൂവും ഇട്ട് 100 എടുക്കുമ്പോൾ ആൻസർ 85% കിട്ടി എന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ ഇത് എത്ര ശതമാനം ലെസ് ആണ്? ഞാൻ പറയും 15% ലെസ് ആണെന്ന്. കാര്യം എന്താ? ശരിക്കും ഇത് രണ്ടും ഈക്വൽ ആയിരുന്നെങ്കിൽ, രണ്ടും തുല്യമായിരുന്നെങ്കിൽ നമുക്ക് ആൻസർ എത്ര കിട്ടിയേനെ? 100% എന്ന് കിട്ടിയേനെ അല്ലേ? അപ്പോ 100ൽ താഴെയുള്ള ഒരു വാല്യൂ ആണെങ്കിൽ അത് ലെസ്സർ ആണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയല്ല ഫ്രാക്ഷൻ വരുള്ളൂ. മുകളിലത്തെ വാല്യൂ ചെറുതും താഴത്തെ വാല്യൂ വലുതുമാണെങ്കിൽ മാത്രമേ ലെസ് ദാൻ 1 ആവുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ വാല്യൂ ആണ് ഗ്രേറ്റർ എങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ആൻസർ കിട്ടുന്നത് എപ്പോഴും 100%ന് മുകളിലായിരിക്കും. 115% എന്നോ 120% എന്നോ ഒക്കെ കിട്ടും. അപ്പൊ അതിൽ നിന്ന് 100 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് മോർ ആണെന്ന് കിട്ടും. അങ്ങനെ ഒരു ചോദ്യമാണെങ്കിൽ ഞാൻ നിങ്ങളെ ഇത് പറഞ്ഞ് പഠിപ്പിച്ചു തന്നതാ. എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. ഇവിടുത്തെ വാല്യൂ 85 ആണെന്ന് ഓർത്തിരിക്കുക. ഇനിയും ട്രെയിൻ ബിയുടെ മൺഡേയിലെ സ്പീഡ് എത്രയാ? ട്രെയിൻ ബി ഓൺ മൺഡേ 88 ആണെന്ന് ഓർക്കുക. 88. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ട എത്രയാ? ആവറേജ് സ്പീഡ് 85, ട്രെയിൻ ബിയുടെ മൺഡേയിലുള്ള സ്പീഡ് 88 ഇൻറ്റു 100 ചെയ്യാം. ഇവിടെ എനിക്കിത് 85നെ 88 വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ഇതിന്റെ ഡിഫറൻസ് എത്രയാണെന്ന് കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നത് കൊണ്ട് വേഗം ചെയ്തെടുക്കാം. ഇവിടെ എത്രന്റെ കുറവാ ഉള്ളത്? 3ന്റെ കുറവേ ഉള്ളൂ അല്ലേ? 88ന്റെ 1% എത്രയാ? 2 ഡെസിമൽ മാറ്റി കുത്തിട്ടാ നമുക്ക് 1% കിട്ടും. അപ്പൊ 0.88 ആണ് 1%. 2 ഡെസിമൽ മാറ്റി കുത്തിടാൻ കാര്യം എന്താ? ഏത് സംഖ്യയുടെയും 1% എന്ന് പറഞ്ഞാൽ അത് ഡിവൈഡഡ് ബൈ 100 ആ. 2 0 എന്ന് പറഞ്ഞാൽ 2 സ്ഥാനം മാറി കുത്തിടുക. അപ്പോഴാ എനിക്ക് 1% 0.88 കിട്ടിയത്. അതുപോലെ 88ന്റെ 10% കിട്ടാൻ ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോഴാ 10ൽ 1 10% കിട്ടുന്നത്. അപ്പൊ 1 ഡെസിമൽ മാറ്റി കുത്തിട്ടാൽ മതി. 8.8 ആണ് 10%, 0.88 ആണ് 1%. ഇതൊക്കെ എപ്പോഴും ആപ്ലിക്കേഷൻ വരുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും കൺസിസ്റ്റന്റ് പ്രാക്ടീസ് ഉണ്ട്. DIയിൽ ഒരു 4-5 ചോദ്യം ഈസി ആയിട്ട് ശരിയാക്കാനായിട്ട് പറ്റും. 0.88 കിട്ടിയല്ലോ. അപ്പൊ ഈ 3നകത്ത് എത്ര 0.88 ഉണ്ട്? നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ മതി. ഞാൻ അതുകൊണ്ട് ഇതിനെ 0.9 എന്നങ്ങ് എടുക്കുക. റഫായിട്ട് ഒരു 0.02ന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇത് 3. അപ്പോ 0.9 എത്ര തവണ 3യിലുണ്ട്?
എന്തായാലും 3 തവണ ഉണ്ടല്ലോ. 0.9 എന്ന് പറയുമ്പോൾ <1. അപ്പൊ 3-ന് വാല്യൂ ഏതാ ഉള്ളത്? 4 തവണ ഇല്ല താനും. 4 തവണ ഉണ്ടോ? 0.9 4 തവണ 0.3 വരാൻ പറ്റുമോ? പറ്റില്ല. ഉറപ്പായിട്ടും 3-ന് മുകളിൽ പോവില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. ഇനി ഏത് ഡൗട്ടാണ്? 3/0.9 ചെയ്യാൻ 30/9 ചെയ്താലും മതി. ഫ്രാക്ഷൻ ആയതുകൊണ്ട് അതിനെ മുകളിലും താഴെയും ഒരേ സംഖ്യ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസറിൽ വ്യത്യാസം വരുമോ? ഫ്രാക്ഷന്റെ വാല്യൂ വ്യത്യാസം വരുമോ? ഇല്ല. 9ന്റെ ടേബിൾ അറിയാലോ എല്ലാവർക്കും. 9, 18, 27. 30-ൽ 27 നമുക്ക് എടുക്കാം. പിന്നെ 4 times 9 എത്ര? 36 ആണ്. ഈ 30യേക്കാൾ മുകളിലായി. അപ്പോൾ ആൻസർ എന്തായാലും 3 point something വരുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. കോഡ് C ആണ് ആൻസർ. ക്ലിയർ ആയോ? ഇനി നിങ്ങൾ ഇത് ചെയ്തു വരികയാണെങ്കിൽ ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ രീതിയിൽ തന്നെ ചെയ്യണമെങ്കിൽ ഇവിടെ 50, ഇവിടെ 44, ഇവിടെ 25, ഇവിടെ 22. ഇനി കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 22, 85, 25. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ നോക്കണം. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടും ഇത് ചെയ്തു കഴിഞ്ഞാൽ? ഈ വാല്യൂ ആയതുകൊണ്ട് എനിക്കറിയാം 96.59 ആൻസർ വരും. ഇവിടെ ചെയ്ത് നോക്കിക്കോ ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പൊ ഈ 96.59 അതിന്റെ കൂടെ 41 കൂടെ കൂട്ടുമ്പോൾ 97 ആവും, 100 ആവും. നമുക്ക് 96.59% എന്നാ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ വാട്ട് പെർസെൻറ്റേജ് ലെസ് എന്ന് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് 100 മൈനസ് 96.59 ചെയ്യണം. അപ്പൊ നമുക്ക് 3.41 ആൻസർ ആയിട്ട് വരും. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ആൻസറിലേക്ക് എത്തുന്നത്. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് എഴുതുന്നത് കാണുന്നില്ലെങ്കിൽ റെസൊല്യൂഷൻ അല്പം കൂട്ടിയാൽ മതിയാകും എന്നുള്ള കാര്യം ഓർക്കുക. കൺവെൻഷണൽ മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് ഡിഫറൻസ് എടുക്കുക, ഡിവൈഡഡ് ബൈ ബേസ് ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ 3/88 ഇൻറ്റു 100 കിട്ടും. 3.41 ആൻസർ ആയിട്ടും നമുക്ക് കിട്ടും. ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. ട്രെയിൻ ഡി runs 150 kilometer more on Monday that on Thursday. ട്രെയിൻ ഡിയുടെ കാര്യമാണ് പറയുന്നത്. മൺഡേയില് തേഴ്സ്ഡേയിൽ ഓടുന്നതിനേക്കാൾ. നോക്കിയേ, അവിടെ രണ്ടും നമുക്ക് വാല്യൂ തന്നിട്ടില്ല. ഇപ്പൊ ഈ കണ്ടുപിടിക്കാൻ പോകുന്ന വാല്യൂ മൂന്നാമത്തെ ചോദ്യത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഈ പറയുന്ന ഡേറ്റ കൊണ്ട് നമ്മൾ ഒരു ആൻസർ കണ്ടുപിടിക്കുന്നത് ഈ ക്വസ്റ്റ്യനിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. നിങ്ങൾ പരീക്ഷാ ഹോളിലൊക്കെ ടേബിൾ വരയ്ക്കുമ്പോൾ കൊണ്ടുപോയി ടേബിളിനകത്ത് ആ വാല്യൂ എഴുതി വെക്കരുത്. അബദ്ധത്തിൽ നിങ്ങൾ അടുത്ത ചോദ്യത്തിൽ എടുക്കും. കുട്ടികൾ അങ്ങനെ മിസ്റ്റേക്ക് വരുത്താറുണ്ട്. അതുകൊണ്ടാകട്ടോ എടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ ടൈം ടേക്കൺ ബൈ ദ ട്രെയിൻ ഓൺ മൺഡേ ആൻഡ് തേഴ്സ്ഡേ ആർ 5 hours and 4 hours respectively. If the average speed of the train on Monday is 15 km/h more than that on Thursday, then the mean of the distance traveled by the train on Monday and Thursday. വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നിയാലും കാര്യങ്ങൾ മനസ്സിലാക്കുക. മൺഡേയില് തേഴ്സ്ഡേയിൽ ഓടിയതിനേക്കാൾ 150 കിലോമീറ്റർ കൂടുതൽ ഓടി. അപ്പൊ തേഴ്സ്ഡേയിൽ ഓടിയത് x കിലോമീറ്റർ ആണെന്ന് നമ്മൾ എടുക്കുന്നു. അപ്പൊ മൺഡേയിൽ എത്ര ഓടും? x പ്ലസ് 150 കിലോമീറ്റർ ഓടും. അതുപോലെ മൺഡേയില് 5 hours എടുത്തു അല്ലേ? തേഴ്സ്ഡേയിലോ 4 hours ആണ് എടുത്തത്. 4 hours. എന്നിട്ട് ഇവയുടെ സ്പീഡ് തമ്മിലുള്ള ഡിഫറൻസ്, ട്രെയിൻ ഓൺ മൺഡേ ഈസ് 15 km/h മോർ ദാൻ ദാറ്റ് ഓൺ തേഴ്സ്ഡേ. തേഴ്സ്ഡേയിലെ സ്പീഡിനേക്കാൾ 15 കൂടുതലായിരുന്നു മൺഡേയിലെ സ്പീഡ്. അപ്പൊ നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? x പ്ലസ് 150/5 ആണ് മൺഡേയിലെ സ്പീഡ് അല്ലേ? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ സ്പീഡ്? അപ്പൊ തേഴ്സ്ഡേയിലെ സ്പീഡ് എത്രയാ? x/4 ആണ്. ഇതിനേക്കാൾ എത്ര കിലോമീറ്റർ കൂടുതലാ മൺഡേയിലെ സ്പീഡ്? 15 km/h കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x കിട്ടും അല്ലേ? തേഴ്സ്ഡേയിലെ ഡിസ്റ്റൻസ് കിട്ടും.
അതിൻ്റെ കൂടെ 150 കൂട്ടിയ മൺഡേയിലെ ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ മൺഡേയിലെയും തേഴ്സ്ഡേയിലെയും കൂടെ ഡിസ്റ്റൻസിന്റെ മീൻ, അതായത് ആവറേജ്, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കിതൊന്ന് സോൾവ് ചെയ്യാൻ നോക്കിയാലോ. x ഇൻറ്റു 150/5, ഇവിടെ x പ്ലസ് 150/5 മൈനസ് x/4 ഈസ് ഈക്വൽ ടു 15. നമുക്കിതിനെ സമചിഹ്നത്തിന്റെ ഒരു സൈഡിലുള്ള ഫ്രാക്ഷന്റെ ബേസ് തുല്യമാവണം. അപ്പൊ ഇവിടെ മുകളിലും താഴെയും 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ മുകളിലും താഴെയും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചതാ, ഫ്രാക്ഷൻസിന്റെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതെന്തായിട്ട് മാറും? ഇവിടെ 4x പ്ലസ് 600 അല്ലേ, 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 20 രണ്ടിലും കോമൺ ആയിട്ട് വരും. 5 × 4 20. ഇത് അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ 15 × 20 ആയിട്ട് വരും. 15 × 20. ഇവിടെ ഒരു -5x വരും. അപ്പോൾ 4x-ൽ നിന്ന് 5x കുറച്ചാൽ എത്ര കിട്ടും? -1x കിട്ടും. ഈ 600 ഇപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ 15 × 20 എത്രയാ? 15 × 2 300 വരും അല്ലെ. 300 മൈനസ് 600 -300 എന്ന് വരും. അപ്പം x ഈക്വൽ ടു 300 എന്ന് കിട്ടും. അപ്പൊ x 300 ആണെങ്കിൽ x പ്ലസ് 150 എത്രയാ? 450 വരും. രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 750 വരും. ഇതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയാ? /2. 750ന്റെ പകുതി 350യുടെ 700ന്റെ പകുതി 350 ആണ്. 350യുടെ കൂടെ 25 കൂടെ 50ന്റെ പകുതി 25ഉം കൂടെ കൂട്ടുമ്പോൾ 375 ആൻസർ ആയിട്ട് വരും. നോക്കാം നമുക്ക് ശരിയാണോ കിട്ടിയെന്ന്. ദേ ഞാൻ അവിടെ കുത്തി വരച്ച് എഴുതിയത് വൃത്തിയായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. x പ്ലസ് 150/5 മൈനസ് x/4 ഈക്വൽ ടു 15. സോൾവ് ചെയ്യുമ്പോൾ x 300 എന്ന് കിട്ടും, x പ്ലസ് 150 450 കിട്ടും, ആവറേജ് എടുക്കുമ്പോൾ 375 കിട്ടും. ആൻസർ റെഡി ആയേ. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ഡേറ്റ ഒന്നും ക്യാരി ഫോർവേഡ് ചെയ്യരുത്, ഇവിടെ പറയുന്ന ഡേറ്റ മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. നോക്കിയേ, ഫോർ ട്രെയിൻ എ പറ്റിയാണ് പറയുന്നത്. ആവറേജ് സ്പീഡ് ഓൺ സാറ്റർഡേയിലെ സ്പീഡ് എന്ന് പറയുന്നത് 20% മോർ ദാൻ ദാറ്റ് ഓഫ് വെനസ്ഡേ. അപ്പം വെനസ്ഡേയിലെ സ്പീഡ് ഇൻറ്റു 120/100 അതല്ലേ 20% കൂടുതലാന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആൻഡ് ഇത് തന്നിട്ടുണ്ട്, ആൻഡ് ദ മീൻ ഓഫ് ദി ആവറേജ് സ്പീഡ് ഓഫ് ഓൾ 6 days ഈസ് 67 km/h. 6 ദിവസത്തെ സ്പീഡും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്നിട്ട് അതിനെ ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ അതല്ലേ മീൻ എന്ന് പറഞ്ഞാൽ അത് 67 ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ സാറ്റർഡേയിലെ ആവറേജ് സ്പീഡ് എത്രയാണെന്നാണ് ചോദ്യം. ക്ലിയർ ആയോ നിങ്ങൾക്ക്? സാറ്റർഡേയിലെ ആവറേജ് സ്പീഡ് എത്രയാണെന്നാ ചോദ്യം. ഇവിടെ നോക്കിയേ, നിങ്ങൾക്ക് ഈ കണക്കൊന്നും അറിയത്തില്ലെങ്കിലും ഏതോ ഒരു സംഖ്യയുടെ 20% കൂടിയതാണ് സാറ്റർഡേയിലെ സ്പീഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഏത് സംഖ്യയുടെയും 20% എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒരു 0 മാറ്റി, ഒരു ഡെസിമൽ മാറ്റി കുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് 10% കിട്ടും. അതിന്റെ ഡബിൾ ആണ് 20%. അല്ലെങ്കിൽ എഴുതുകയും ചെയ്യാം. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. ഇവിടെ 70 എന്ന് കിട്ടി. 70 ഏതെങ്കിലും ഒരു സംഖ്യയുടെ നമുക്ക് നോക്കാം. 70 എന്ന് പറയുമ്പം നമ്മുടെ കണക്കനുസരിച്ച് എന്താ? x × 120/100 ആവണം. ഈ 120/100 എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് 6 എന്ന് കിട്ടും, ഇത് 5 എന്ന് കിട്ടും. 6/5 ആണത് അല്ലേ. ഇത് തിരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ 70 × 5, ഈ 5 ഇപ്പുറത്ത് വരുമ്പോൾ മുകളിലാവും, ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു x എന്ന് കിട്ടും. ഇതൊരു പൂർണ്ണ സംഖ്യ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? 70 × 5/6 എന്ന് പറഞ്ഞാൽ ഡെസിമൽ പോയിന്റ് വരില്ലേ? അപ്പോൾ അത് ആൻസർ ആയിട്ട് വരാൻ സാധ്യതയില്ല. ഇനിയും ഓപ്ഷൻ ബി നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി
72 ഇൻറ്റു ഇത് തന്നെ വരുള്ളൂ, നമ്മുടെ 5/6 ഈക്വൽ ടു എക്സ് എന്ന് വരിക. അപ്പൊ നോക്കിയേ, 72/6 ഇവിടെ 12 വരത്തില്ലേ, 12 ഇൻറ്റു 5 60 km/h എന്ന് കിട്ടും. അപ്പൊ ഇതൊരു പോസിബിൾ ആൻസറാ. കാര്യം സാധാരണഗതിയിൽ ഇങ്ങനെ വരുമ്പോൾ റൗണ്ട് നമ്പേഴ്സേ വരുള്ളൂ. 74 ഇവിടെ വന്നാലോ, 74 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 6 ആണോ? അല്ല. 75 വന്നാലോ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 6 ആണോ? അല്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരവായിട്ട് വരേണ്ടത്. നമുക്ക് ഇത്ര ഈസി ആയിട്ട് ഈ ഓപ്ഷനിൽ നിന്ന് ആൻസർ കാണാം. കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആൻസർ ഏത് ലോജിക്കിൽ വരും എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇനി അങ്ങനല്ല, ചെയ്തു നോക്കുകയാണെങ്കിൽ തന്നെ ട്രെയിൻ എ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ട്രെയിൻ എ 72, 80 നമുക്കിവിടെ അറിയില്ല. എക്സ് ഇതും അറിയില്ല. ഇവിടെ എക്സ് ഇൻറ്റു 6/5 120/100 ആണ് 6/5 ആവുന്നത്. ഇവിടുത്തെ സ്പീഡ് 6x/5 എന്ന് നമുക്ക് എഴുതാം. ഇത് വന്നത് എങ്ങനെയാ, മറന്നുപോയവർക്ക് വേണ്ടി ഒന്നുകൂടി 120/100 ചെയ്യുമ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് 6/5 വരുന്നത്. ക്ലിയർ ആണല്ലോ. ഇതിന്റെ മീൻ ആവറേജ് എത്രയാണെന്ന ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 67. അപ്പൊ നമുക്ക് നോക്കാം. 72ഉം 80യും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 152 പ്ലസ് ഇവിടെ എക്സും ഒരു x/6 ഉണ്ട്. അതായത് ഇങ്ങനെ തന്നെ എഴുതാം, എക്സ് പ്ലസ് 6x/5 ഉണ്ട്. പിന്നെ ബാക്കി 64ഉം 54ഉം 118 അല്ലേ, ഡിവൈഡഡ് ബൈ എത്ര വേണം, 6 ചെയ്യുമ്പോൾ 1 2 3 4 5 6 ദിവസത്തെ 67 കിട്ടുന്നതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 67 ഇൻറ്റു 6 ആയിരിക്കും ടോട്ടൽ അല്ലേ. ഈക്വേഷൻ ഞാൻ മുകളിലോട്ട് എഴുതി കഴിഞ്ഞാൽ 150ഉം 118 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 200 to 70 കിട്ടും അല്ലേ. 270 അല്ലേ കിട്ടുന്ന, 100 250 60 70 പ്ലസ് നമുക്ക് എക്സ് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 2x ഉണ്ട്. പിന്നെ ബാക്കി ഒരു 1/5 എക്സും കൂടിയുണ്ട്. അപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ 11/5 എക്സ് എന്ന് കിട്ടും. ഞാൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം കേട്ടോ ചെയ്ത്. മുകളിലും താഴെയും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 5x + 6x എന്ന് പറഞ്ഞാൽ 11x ഡിവൈഡഡ് ബൈ 5. 11x/5 ഈക്വൽ ടു 67 ഇൻറ്റു 6 67 ഇൻറ്റു 6 6 36 360യും 6 42 അല്ലേ. 360ഉം 42 402 വരും. സോൾവ് ചെയ്യുമ്പോൾ 270 ഇപ്പുറത്തെ സൈഡിൽ വരും. ഇത് മനസ്സിൽ ചെയ്യാൻ വേണ്ടിയാട്ടോ, ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സംഖ്യകൾ എഴുതുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ 67 ഇൻറ്റു 6 എഴുതി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇതിൽ നിന്ന് 270 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 132 കിട്ടും അല്ലേ. 270 300 402 11x/5 നമുക്കുള്ളത്. അപ്പോൾ ഫൈനൽ സ്റ്റെപ്പ് എന്താ, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 132 ഇൻറ്റു 5/11. 132 11 വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ? 110ഉം പിന്നെ ഒരു 22. ഇപ്പോൾ 12 വരുന്നത്, 60 എന്ന് കിട്ടും. അപ്പോ നമ്മുടെ വെനസ്ഡേയിലെ സ്പീഡ് 60 km/h. ഇതിന്റെ 20% മോർ, അതായത് 60 ഇൻറ്റു 120/100 0.000 പോയി 72 എന്ന് ആൻസർ കിട്ടും. ഇതല്ലേ നമുക്ക് ഒന്നും ചെയ്യാതെ മുമ്പ് ആൻസർ കിട്ടിയത് അല്ലേ. ഇത്രയേ ഉള്ളൂ പരിപാടി. 72 ആണ് ശരിയായ ഉത്തരം. സ്റ്റെപ്പുകൾ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് സ്റ്റെപ്പുകൾ കാണാൻ വേണ്ടിയിട്ട് അതും ഡീറ്റെയിൽഡ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആൻസർ ഈ പറഞ്ഞ് ഞാൻ ചെയ്ത കാൽക്കുലേഷൻ എല്ലാം നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. 72 ആൻസർ ആയിട്ട് കിട്ടും. എന്ത് എളുപ്പമാ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വന്നത് നോക്കിയേ.
ഇനി 4th ക്വസ്റ്റ്യൻ, 4ാമത്തെ ചോദ്യം നോക്കാം. ഇത് ഈ കൂട്ടത്തിൽ ഏറ്റവും എളുപ്പമുള്ള ചോദ്യം. ഫോർ ട്രെയിൻ ഇ, if the ratio of average speed on Saturday and Friday, Saturday is to Friday എന്ന് പറഞ്ഞാൽ 5:3 ആണെന്ന് തന്നിട്ടുണ്ട്. Then the average speed on Saturday is dash percentage more than that on Friday. നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. സാറ്റർഡേയിൽ 5 ആണെന്ന് വിചാരിച്ചു സ്പീഡ്, അതാണല്ലോ റേഷ്യോയുടെ അർത്ഥം. അപ്പോൾ ഫ്രൈഡേയിൽ എത്ര? മോർ ദാൻ കഴിഞ്ഞിട്ടുള്ള താഴെ വരണം. 3 × 100. ഇത്രയും ചെയ്താൽ മതി. ഇതെത്ര വരും? 1 വരും. ഈ × 100 നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ചു. 100 ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങനല്ല, 100 ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 3യും 100 കൂടെ വെട്ടി 33.33 എന്ന് കിട്ടും. 5 × 33.33 എന്ന് ചിന്തിച്ചാലും മതി. 33.33 × 3 എന്ന് പറഞ്ഞാൽ 100 ആണ്. ബാക്കിയുള്ള 33.33 എന്ന് പറഞ്ഞാൽ 66.67 എന്ന് കിട്ടും. അപ്പോ ഇത് രണ്ടും കൂടി കൂടണം. 5 × 33 എന്ന് പറഞ്ഞാൽ 166.7 എന്ന് വരും. വാട്ട് പെർസെന്റേജ് മോർ എന്നല്ലേ ചോദിച്ചേക്കുന്നത്? അപ്പോ 100 നമ്മൾ കുറയ്ക്കണം. ഇതിന്ന് 100 കുറച്ചാൽ നമുക്ക് ബാക്കി എത്ര കിട്ടും? 66.67. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ എ ആണ് ആൻസർ. ഇത്രയേ ഉള്ളൂ. റേഷ്യോ തന്നു കഴിഞ്ഞാൽ ഇതേ മൾട്ടിപ്പിളിലായിരിക്കും സ്പീഡ് എന്ന. സ്പീഡൊന്നും കാണണ്ട. 5/3 × 100 ചെയ്താൽ മതി. 5/3 × 100 ചെയ്താൽ 167 കിട്ടും. നമുക്ക് 167 ആണോ വേണ്ടത്? അല്ല, 66 പോയിന്റ്. അത് കുറയ്ക്കണം, 100 കുറയ്ക്കണം. വാട്ട് പെർസെന്റേജ് മോർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 66% കൂടുതലാണ്. നമ്മൾ മുമ്പ് കുറവെന്ന് കണ്ടപ്പോൾ 100 നിന്ന് കിട്ടിയ ആൻസർ കുറയ്ക്കണം. കൂടുതലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസറിൽ നിന്ന് 100 കുറയ്ക്കണം എന്നുള്ള കാര്യം ഓർക്കുക. 5ാമത്തെ ചോദ്യം നോക്കാം. If the mean of the average speed of train C during all 6 days is 25% less than the average speed of train B on Saturday, then the average speed of train C on Thursday is what percentage of speed of train D on Tuesday? ഇത് ഭയങ്കര കോൺവല്യൂട്ടഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. നമുക്ക് ചെയ്തു വരുമ്പോൾ വളരെ ഈസി ആയിട്ട് കിട്ടും. മീൻ ഓഫ് ആവറേജ് ഓഫ് ട്രെയിൻ സി ഡ്യൂറിങ് ഓൾ 6 days അത് കണ്ടുപിടിക്കാമല്ലോ. അത് 25% ലെസ് ആണ്. അപ്പോൾ ഈ മീൻ എന്ന് പറയുന്നത് ആവറേജ് സ്പീഡ് ഓഫ് ട്രെയിൻ ബി ഓൺ സാറ്റർഡേ. ട്രെയിൻ ബിയുടെ സാറ്റർഡേയിലെ സ്പീഡ് × 75/100 ആണ്. കാര്യം 25% ലെസ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ട്രെയിൻ സിയുടെ ഓൾ 6 daysലെ സ്പീഡ് കണ്ടുപിടിച്ചിട്ട് അതിനെ ബേസ് ചെയ്ത് ട്രെയിൻ സിയുടെ തേഴ്സ്ഡേയിലെ സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ദിസ് ഈസ് വാട്ട് പെർസെന്റേജ് ഓഫ് ട്രെയിൻ ഡി ഓൺ തേഴ്സ്ഡേ എന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ട്രെയിൻ സി ഓൺ തേഴ്സ്ഡേ ഡിവൈഡഡ് ബൈ ട്രെയിൻ ഡി ഓൺ ട്യൂസ്ഡേ. ഇത് കണ്ടുപിടിക്കുക, × 100 ചെയ്യുക, നമ്മുടെ ആൻസർ ഇവിടെ കിട്ടും. ഈ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് വിടുന്നു. നമ്മുടെ ആപ്ലിക്കേഷൻ ഓൾറെഡി പഠിച്ചത് മാത്രമാണ് ഇവിടെ വരുന്നത്. ഇത് ചെയ്യുന്ന സ്റ്റെപ്പുകൾ കൂടി നിങ്ങൾ സ്വയം ചെയ്ത് കഴിഞ്ഞാൽ നോക്കി ചെയ്യാം. മീൻ ഓഫ് ആവറേജ് എടുക്കുക. ഒരു വാല്യൂ നമുക്ക് തന്നിട്ടില്ല, സി ഓൺ തേഴ്സ്ഡേ ടേബിളിൽ ഇല്ല, അതുകൊണ്ട് അത് എക്സ് എന്ന് എടുക്കുക. അത് അപ്പോൾ 320 + x/6 എന്ന് കിട്ടും. ഇത് എന്തിനു തുല്യമാ? 90 × 75/100 ഇക്വലന്റ്. അതിനെ ബേസ് ചെയ്ത് ചെയ്യുമ്പോൾ 85 km/h ആണ് സ്പീഡ് എന്ന് കിട്ടും. ട്യൂസ്ഡേയിലെ ഡിയുടെ സ്പീഡ് ടേബിളിലുണ്ട് 120 എന്ന്. അപ്പൊ 85/120 × 100 ചെയ്യുമ്പോൾ 70.8 കിട്ടും. ആവറേജ് 71 എന്ന് കിട്ടും. കൂടുതൽ ചോദ്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോയിൽ ഇത്രമാത്രം. താങ്ക് യു സോ മച്ച്.